മുരളി സല്യൂട്ട്. മുരളി ചേട്ടാ നമസ്കാരം സെന്തിലെ. സുഖം സുഖം. കുറെ നാളായി കണ്ടിട്ട്. അതന്നെ കുറെ നാളായി. മുരളി ഗിന്നസ് നമ്മളുടെ മുന്നണിയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. സ്റ്റേജിൽ ഇപ്പോഴും ഉണ്ട്, വളരെ സജീവമായിട്ടുണ്ട്. എങ്കിലും ഇടക്കാലത്ത് സാധാരണ എഴുതാൻ വന്നവർ പിന്നീട് മുന്നിലേക്ക് വരും. മുന്നിൽ നിന്ന് ചെറുതായിട്ട് ബാക്കിലോട്ടും കൂടെ പോയി എഴുത്തിന്റെ പരിപാടികളും കൂടെ തുടങ്ങിയിട്ടുള്ള ഒരാളാണ് മുരളി. ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്നതിൽ ഭാഗവാക്കായിട്ടുണ്ട് അല്ലെ? മാത്രമല്ല ഡയാന അവതരണത്തിൽ പറയാത്തൊരു കാര്യമുണ്ട്. സകല കലാശാല എന്ന് പറയുന്ന സിനിമയുടെ 2 തിരക്കഥാകൃത്തുക്കളിൽ ഒരാളാണ് മുരളി. അടുത്ത ചിത്രത്തിന്റെ എഴുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ TV കാണുന്ന ഒരുപാട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള കോമഡി പരിപാടികൾ, ഈ മുന്നിൽ വന്ന് പറയുന്ന തമാശകളൊക്കെ പറയാൻ പല ആളുകളുണ്ടെങ്കിലും അത് മുറിയിലിരുന്ന് ആലോചിച്ച് എഴുതി ഉണ്ടാക്കുന്നവരുടെ കൂട്ടത്തിൽ മുരളി വഹിക്കുന്ന പങ്ക്. ഡയാന വർക്ക് ചെയ്തിട്ടില്ലേ? ഇഷ്ടം പോലെ ഒരുപാട് കലാകാരന്മാര് വർക്ക് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റാണ് മുരളി. നല്ല വ്യക്തിയാണ്. നമ്മൾ ഒന്ന് പരിചയപ്പെട്ടാൽ ഒരിക്കലും മറക്കാത്ത രീതിയിൽ പെരുമാറ്റ ഗുണങ്ങളുള്ള ഒരാളാണ് മുരളി. സ്റ്റേജിൽ പാട്ടുകാരെയൊക്കെ അനുകരിച്ചുകൊണ്ടൊക്കെയാണ് മുരളി വന്നത്. പിന്നീട് എഴുത്തിലോട്ട് പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ എഴുത്ത് തുടങ്ങിയിട്ട് എത്ര നാളായി മുരളി? സ്കിറ്റുകളുടെ പരിപാടികൾ തുടങ്ങി? ഞാൻ വന്ന സമയത്തിന് എഴുത്തുണ്ട്, പക്ഷെ എഴുത്തിന്റെ കൂടെ ഇങ്ങനെ സ്റ്റേജിലും ഫ്രെയിമിലും വന്നുകൊണ്ടിരുന്നു. ഇപ്പൊ കുറച്ച് നാളായിട്ട് എഴുത്തിൽ തന്നെയാണ്. ഫുൾ ടൈം എഴുതി തന്നെ നിൽക്കുകയാണ് അല്ലേ? അതെ. ഇപ്പൊ എത്ര TV പരിപാടികളുടെ പുറകിലുണ്ട്? ഇപ്പൊ ഓൾറെഡി ഒരെണ്ണത്തിനുള്ളൂ. നിലവിലൊരു TV പരിപാടിയുടെ പുറകുണ്ട്. എഴുത്താണോ അഭിനയമാണോ ചേട്ടന് കൂടുതൽ? എനിക്ക് എഴുത്താ ഇഷ്ടം. അതെ. മുരളിയുടെ എഴുത്ത് എന്ന് പറഞ്ഞാല് രസമുള്ള, മുരളി തമാശ ആലോചിച്ചുകൊണ്ട് വരുന്ന വഴികളൊക്കെ ചില പ്രത്യേക വഴികളാണ്. മുരളി വടക്കൻ കേരളത്തിൽ നിന്ന് വന്ന് എറണാകുളത്ത് എഴുതി താമസമാക്കിയ ആളാണ് അല്ലെ? കണ്ണൂരുകാരനല്ലേ? കണ്ണൂർ എവിടെ സ്ഥലം? പുതിയ തെരു എന്നാണ്. അവിടെ നിന്നും ഈ വന്നു പോകേണ്ട അവസ്ഥ ഇല്ലാതാവുക എന്ന് പറയുന്നത് തന്നെ ഒരു കലാകാരൻ വിജയിച്ചതിന്റെ ലക്ഷണമാണ്. അല്ലാതെ ഇവിടെ വന്ന് അത്ര വർക്കാവുമ്പോഴാണല്ലോ നമുക്ക് ഇവിടെ താമസിക്കാൻ പറ്റുന്നത്. ഇവിടെ എറണാകുളത്ത് തന്നെ മുരളി താമസമായി. എല്ലാ ദിവസവും മുരളിക്ക് വർക്കുകളാണ്. കൊച്ചിൻ ഗിന്നസ് എന്ന ട്രൂപ്പിനോടൊപ്പം കുറെ നാളുണ്ടായിരുന്നു. അവരുടെ ഷോകൾ എഴുതിയിട്ടുണ്ട്. ഒരുപാട് ഗിന്നസിന്റെ വിദേശ പരിപാടികളുടെ സ്ക്രിപ്റ്റിൽ ഉൾപ്പെടെ ഇടപെട്ട് പോയിട്ടുള്ള ഒരാളാണ് ശ്രീ മുരളി ഗിന്നസ്. ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്താണ് മുരളി? പുതിയ വിശേഷം, പുതിയ സിനിമയുടെ എഴുത്ത് ഏകദേശം കഴിഞ്ഞു. ബാക്കി കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. ക്യാരക്ടേഴ്സ് ഒക്കെ ഇല്ല, ഒന്നും ഫിക്സ് ആയിട്ടില്ല. മുരളി സ്റ്റേജിൽ മുരളി ചെയ്തുകൊണ്ടിരുന്ന ചില പാട്ടുകാരുടെയൊക്കെ ശബ്ദാനുകരണമൊക്കെ ഉണ്ട്. വേറെ പാട്ടുകാരല്ലാതെ മുരളി എന്തായിരുന്നു ഒന്ന് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ കവികളെ ശബ്ദം അനുകരിക്കായിരുന്നു. കവികളുടെ ആരുടെയൊക്കെ? അതാദ്യം ഞാൻ വന്ന് കാണിക്കാം. ONV ഗ്രൂപ്പിന്റെ ഒരു ആലാപന ശൈലി കാണിക്കാം കേട്ടോ. പേരറിയാത്തൊരു പെൺകിടാവെ നിന്റെ നേരറിയുന്നു പാടുന്നു, നേരറിയുന്നു ഞാൻ പാടുന്നു, നേരറിയുന്നു ഞാൻ പാടുന്നു. ഗോതമ്പു മണിയുടെ നിറമാണ്, പേടിച്ച പേടമാൻ കണ്ണാണ്. കയ്യിൽ വളയില്ല, കാലിൽ കൊലുസില്ല, മെയ്യിൽ അലങ്കാരമൊന്നുമില്ല, മെയ്യിൽ അലങ്കാരമൊന്നുമില്ല. അതുപോലെ കുഞ്ഞണ്ണി മാസ്റ്ററുടെ ഒരു ശൈലി. കൊച്ചുകുട്ടികൾക്ക് 4ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം നടക്കണം. കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ഒരു കവിതയില്ല. ഒന്നെങ്ങനെ എഴുതാം, വളവും വേണ്ട, തിരിവും വേണ്ട, ചരിവും വേണ്ട, കുത്തന ഒരു വര, കുറിയ വര, ഒന്നായി നന്നായി, ഒന്നായാൽ നന്നായി. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പലുവച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. പാട്ടുകാരാരെയാണ് മുരളി ചെയ്തോണ്ടിരുന്നത്? പാട്ടുകാരെ കുറച്ചുപേരുണ്ട്. അത് KS ജോർജ് നമുക്കൊരു തരി കേൾക്കാം. ചില്ലിമുളകടുകളിൽ എല്ലല്ലോ പാടി വരും തെന്നലേ തെന്നലേ, ചില്ലിമുളകടുകളിൽ എല്ലല്ലോ പാടി വരും തെന്നലേ തെന്നലേ. കല്ലിമലർഗാവുകളിൽ വല്ലികളിൽ ഉയലാടും തെന്നലേ തെന്നലേ, കല്ലിമലർഗാവുകളിൽ വല്ലികളിൽ ഉയലാടും തെന്നലേ 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 തെന്നലേ. ഏതോ ഒരു ഫീമെയിൽ സിംഗറിന്റെ ശബ്ദം തന്നെ ഇരിക്കൂലായിരുന്നോ? AP കോമള. അതും കൂടെ കേൾക്കാം.
ചക്കരപ്പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം ചക്കരപ്പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര. ഡിവോഷണൽ സോങ്സിന്റെ മേഖലയിലും കച്ചേരിയുടെ മേഖലയിലും ചലച്ചിത്ര ഗാന മേഖലയിലും ഒക്കെ വളരെ ആദരണീയരായിട്ടുള്ള ജയവിജയ കൂട്ടുകെട്ട്. അവരുടെ ശബ്ദം ഞാനും മുരളിയും കൂടെ ഒരു കാലത്ത് സ്റ്റേജിൽ അനുകരിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും കൂടെ നിന്ന് സ്റ്റേജിൽ നല്ല കൈയടി മേടിച്ചിട്ടുള്ള ഒരു ഇനമാണത്. മുരളി ഒന്നും നമുക്കൊന്ന് ഒരു ഓർമ്മ ഒന്ന് പെടച്ചാലോ, ഒന്ന് നമ്മുടെ ദേവസഭാതലം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിരിക്കുന്നതിന് നമുക്കൊന്ന് ഇട്ട് പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? വിഷ്ണുമായയിൽ പിറന്ന വിശ്വരക്ഷക വില്ലുവത്ത സദസനയന ശരണമേഘനേ. വിഷ്ണുമായയിൽ പിറന്ന വിശ്വരക്ഷക വില്വഭക്ത സദസനയന ശരണമേഘനേ. സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ശരവണ ഭവ സഹജ ഭരത ശരണമേഘനേ. സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. വ്രതവിശുദ്ധരായ നിന്റെ ജ്യോതി കാണുവാൻ ഇരുമുടിയിൽ ശരവുമേന്തി ഞങ്ങൾ വരുന്നേ. ഇരുമുടിയിൽ ശരവുമേന്തി ഞങ്ങൾ വരുന്നേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ.